യെശയ്യാ പ്രവചനം 54-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം വായിക്കും. ഐസയ്യാ ചാപ്റ്റർ 54 വേഴ്സ് 70. നമുക്ക് പരിചയമുള്ളൊരു വാക്യമാണ്, ഞാനങ്ങ് പറഞ്ഞേക്കാം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതി ഇത് തന്നെയാകുന്നു എന്ന് യഹോവ ആരും ചെയ്തു. ദൈവത്തിന്റെ ഒരു അരുളപ്പാട്, ഒരു ദൂത് ഇന്ന് ദൈവമക്കളോട് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവികമായ ഒരു ദൂത് കേൾക്കുവാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നിടത്ത് നമ്മൾ ചെന്നിരുന്ന വെറുതെ ഇരുന്ന് കേട്ടൊക്കെ പോയാൽ മതി. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് അങ്ങനെ പറ്റില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞെന്താ പറയുക? ആത്മീയ ചെവിയുള്ളവൻ കേൾക്കണം. ആത്മീയ ചെവി വെച്ചിട്ട് വേണം ഇത് കേൾക്കാൻ. ദൈവാലോചന കേൾക്കണമെങ്കിൽ ആത്മീയ ചെവി വെച്ച് കേൾക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ ബോറടിക്കുന്ന ഒരു സംഗതി വേറില്ല. ഇത്രത്തോളം വിവരിക്കാനായി തോന്നുന്ന വേറൊരു കാര്യം പോലുമില്ല. ഒരു ആത്മീയ ചെവി വെച്ച് കേട്ടാൽ മാത്രമേ ഇതിന് സംഭവിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത്രയും മോശപ്പെട്ട ഒരു സംഭവം, പ്രസംഗം എന്ന് പറഞ്ഞ സംഭവം വേറെ ഉണ്ടാവില്ല. എന്നാൽ ഒരു ആത്മീയ ചെവി വെച്ച് കേട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിടുതൽ അത്ര വലുതാണ്. ഒരു 3 കാര്യം ഞാൻ പറയാം. ഈ തിരുവചനം നമ്മൾ സത്യയോടെ കേൾക്കുകയാണെങ്കിൽ ഈ വചനത്തിൽ നിന്നൊരു രക്ഷയുണ്ട്. അത് കിട്ടണം. തിരുവചനത്തിൽ നിന്ന് രക്ഷ കിട്ടുന്ന പറയുന്നത് യേശു സക്കായിയുടെ വീട്ടിൽ പോയി സംസാരിച്ചു കഴിഞ്ഞപ്പോ അവസാനം കർത്താവ് പറഞ്ഞത് ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് പറഞ്ഞു. തിരുവചനം കേൾക്കുന്നവർക്ക് രക്ഷ കിട്ടും. എങ്ങനെയാ കിട്ടുന്നത്? ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ രക്ഷ കിട്ടണമെങ്കിൽ ഒരു തിരുവചനം കേട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അതിന് നമ്മളൊന്ന് പുറത്തേക്ക് പറയണം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേട്ട തിരുവചനത്തിന്റെ ഉള്ളിൽ നിന്ന് ലഭിക്കാനുള്ള രക്ഷ കിട്ടിയിരിക്കും. സക്കായി അതന്നെ ചെയ്തത്. യേശു പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ സക്കായി ഏറ്റു പറഞ്ഞു. ഹൃദയം കൊണ്ട് വിശ്വസിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചതിവായി വാങ്ങിയിട്ടുള്ളത് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് അത് ഏറ്റു പറഞ്ഞു. 4 മടങ്ങ് കൊടുക്കുന്നതും 10 മടങ്ങ് കൊടുക്കുന്നതൊക്കെ ഡിസിഷൻ എടുത്തു. എന്ന് പറഞ്ഞാൽ ദൈവങ്ങളെ വചനം കേട്ട് കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ? വചനം കേട്ട് കഴിഞ്ഞാൽ ഏറ്റു പറയാൻ കഴിയുന്നുണ്ടോ? ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ ഇത് വെറുതെ കേൾക്കുന്ന ഒരു വചനമല്ല. ഈ വചനത്തിന് അപ്പുറത്ത് ഒരു രക്ഷ നമ്മുടെ കയ്യിലേക്ക് വരും. നമ്മുടെ വീട്ടിനകത്ത് രക്ഷ വരും. ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. നമ്മള് ഇന്നിവിടെ വന്ന് കൂട്ടായ്മ വന്നിട്ട് വെറുതെ കണ്ട് കേട്ടുപോകാൻ വേണ്ടി വന്നതല്ല. എന്റെ വീടിന് രക്ഷ വേണം. വചനത്തിലൂടെ ഒരുക്കുന്ന രക്ഷ വേണം. യേശു ഒരുക്കിയിട്ടുള്ള ഒരു രക്ഷ വേണം. എന്ത് രക്ഷ വേണ്ടത്? ശത്രു ആയുധങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. ശത്രു ആയുധങ്ങൾ നിനക്ക് വിരോധമായി ആയുധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞത്. ശത്രു ആയുധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ഒരു രക്ഷ വേണമെങ്കിൽ വചനം വിശ്വസിച്ച് അത് ഏറ്റെടുക്കാൻ വേണ്ടിയില്ല. 2 കാര്യങ്ങളാണ് വിരോധമായി പറയുന്നത്. ഒന്ന് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം, 2 വിരോധമായി എഴുന്നേൽക്കുന്ന ചില ശക്തികൾ. നാവ് എന്ന് പറയുകയാണ്. വിരോധമായി എഴുന്നേൽക്കുന്ന നാവ് നമുക്ക് വിരോധമായി ആയുധം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് വിരോധമായി ചില ശക്തികൾ എഴുന്നേൽക്കുന്നുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് വിരോധമായി ചില നാവുകൾ ഉയരുന്നുണ്ട്. ഇതിന്റെ മധ്യത്തിലാണ് ജയം വേണ്ടുന്നത്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അങ്ങനെയെങ്കിൽ ദൈവവചനം കേൾക്കുന്ന രീതി ഒന്ന് മാറ്റണം. അതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ട് 15 കാര്യം 2-3 ആഴ്ചയായിട്ട് തുടർമാനമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ കാര്യം ഞാൻ പറയാം. വചനം കേൾക്കുമ്പോൾ അതിനൊന്ന് ശക്തി വ്യാപരിക്കും. ശരിയാണോ? ദൈവവചനത്തിന് ശക്തിയുണ്ട്. ശരിയാണോ? വചനം കേട്ട എല്ലാവരിലും പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അന്യഭാഷയിൽ ആരാധിച്ചു. അപ്പൊ വചനം കേൾക്കുമ്പോ ആ യാതൊരുണ്ട്. വചനം കേൾക്കുമ്പോ 2 അന്യഭാഷയൊക്കെ പുറത്തു വന്നാൽ അത് ദൈവത്തിന്റെ കൃപയാണ്. അതിലൂടെ നിങ്ങൾക്ക് ഒരു ശക്തി ലഭിക്കും. ആ ശക്തിയുടെ പേരാണ് ആത്മാവിന്റെ ശക്തി. വചനം കേട്ട് ശക്തി പ്രാപിക്കാതെ പോയ ഈ പ്രസംഗം കേൾക്കുന്നതിൽ എന്താ കാര്യമുള്ളത്? എന്തിനാ ഈ പ്രസംഗം കേൾക്കുന്നത്? പ്രസംഗം കേൾക്കുന്നെങ്കിൽ എനിക്കൊരു ആത്മശക്തി വേണം. ഒരു ആത്മാവിന്റെ ശക്തി എനിക്ക് വേണം. ശക്തി ലഭിച്ചിട്ട് സാക്ഷിയാകാൻ പറ്റും. ശക്തി ലഭിച്ചിട്ട് ലഭിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് സാക്ഷ്യം പറയാൻ പറ്റില്ല. ലജ്ജിച്ചു പോകേണ്ട കാര്യമില്ല. നീ ലജ്ജിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവശക്തി വ്യാപരിച്ചാൽ, ദൈവകൃപ വ്യാപരിച്ചാൽ നമ്മൾ സാക്ഷ്യം പറയുന്നതായി മാറും. എന്റെ പ്രശ്നം ഇങ്ങനെയായിരുന്നു, എനിക്ക് വിടുതൽ ലഭിച്ചു, എനിക്ക് വിടുതൽ ലഭിച്ചു, എനിക്ക് സൗഖ്യം ലഭിച്ചു. സാക്ഷ്യം പറയും. 3ാമത്തെ കാര്യം പറയാം. 103 സംഘത്തിൽ പറയുന്നത് വചനത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാര്. അപ്പൊ വചനത്തിന് എന്തുണ്ട്? ഒരു കൽപ്പനയുണ്ട്, ഒരു ആജ്ഞയുണ്ട്, അതില് ചില നിർദ്ദേശങ്ങളുണ്ട്. അതനുസരിക്കുമ്പോൾ നമ്മൾ വീരന്മാരായി മാറും.
വീരന്മാരെ നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരെ വീരന്മാരെന്ന് വിളിക്കില്ല. പലരും ധീരമായി നേരിടാൻ കഴിയുന്നവരെ വീരന്മാരെന്ന് പറയുന്നത്. ശത്രുവിനൊക്കെ കീഴടക്കുന്ന ശക്തിയാണ് വീരന്മാർക്കുള്ളത്. വീരന്മാരാണ് പട നയിക്കുന്നത്, അല്ലേ? വീരന്മാരാണ് പട നയിക്കുന്നത്. നമ്മൾ അങ്ങനെ ആയി മാറണം. എന്താ കാരണം? അദ്ദേഹം തുടക്കത്തിൽ വായിച്ച വാക്യം, നിനക്ക് വിരോധമായി ശത്രു എന്തുണ്ടാക്കുന്നുണ്ട്? ആയുധം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഫലിക്കാതെ ജയിക്കണമെങ്കിൽ നമ്മൾ വചനത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി മാറണം. ഇന്ന് വന്നിട്ട് 3 കാര്യങ്ങളും നടന്നത് വിജയിച്ചു. വെറുതെ കണ്ടിട്ട് കേട്ടിട്ട് പോകുന്നവരായി മാറരുത്. പണ്ടൊരു സെൻട്രൽ പാസിന്റെ കാര്യമുണ്ട്, പണ്ടല്ല ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സെൻട്രൽ പാസിന്റെ കാര്യം സെൻട്രൽ പാസ് പ്രസംഗിക്കുന്നവർക്ക് പറയും, പിന്നെ സെൻട്രൽ പാസ് പ്രസംഗിക്കുമ്പോൾ ഭാര്യയ്ക്ക് നല്ല ഉറപ്പാ, നല്ല പ്രസംഗമാണ്, ഇയാള് പറയുന്ന പോലെയുള്ള കാര്യം പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞോ നല്ല പ്രോത്സാഹനം അവിടെ ഇരിക്കും. നമ്മൾ പലരും അങ്ങനെയാ. നമ്മളൊന്നും സെൻട്രൽ പാസിന്റെ ഭാര്യ ആവണ്ട കേട്ടോ, സാധാരണക്കാരായുള്ളത്. ഇല്ലെങ്കിൽ ഇന്ന് പറയും, പിന്നെ അയാളൊക്കെ പറഞ്ഞോട്ടെ. എന്നാ പറയുന്നത്? വിരോധമായിട്ടുള്ള ആയുധം. എന്തായുധം? ഇതാ പറഞ്ഞ ആത്മീക ജൈവിയില്ലാതെ കേട്ടാൽ ഇത്രയും പോലെടുത്ത് സാധനം വേറില്ല. അങ്ങനെ നമ്മൾ സമയം കളയുന്നവരായി വരരുത്. കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് പോയിക്കൊള്ളാൻ മനസ്സുണ്ടെന്ന് എനിക്ക് പറയാനുണ്ട്. ഈ ചിന്തയോടെ വരാതെ എനിക്ക് രക്ഷ വേണമെന്നും എനിക്ക് ശക്തി വേണമെന്നും ആജ്ഞയനുസരിച്ച് വീരനായി മാറി ജയം പ്രയോഗിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ സഹായത്തിൽ വരണ്ട. നിങ്ങൾ പ്രസംഗം കേൾക്കണ്ട, ഇറങ്ങിപ്പോക്കോ. വിഷമമുണ്ടോ? നമ്മളെ എന്തിനാ വരുന്നത്, എന്തിനാ പോകുന്നതെന്നുള്ളൊരു ബോധ്യമില്ലാതെ വന്നിരുന്നിട്ട് സമയം കളഞ്ഞ് പോവല്ലേ. വെറുതെ ചടങ്ങായി മാറരുത്. കാരണം എന്താ അറിയോ? വലിയ അപകടം വരുന്നുണ്ട്. ഇങ്ങനത്തെ നോക്കി നിൽക്കുക. ആരെ? ശത്രു. ആയുധങ്ങളെ ഓരോരുത്തർക്ക് പറ്റിയ സൈസ് ആയുധം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഓരോരുത്തർക്ക് പറ്റിയ സൈസ് ആയുധം ഉണ്ടാക്കുക, വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം. ഈ ആയുധം പഠിക്കുന്ന സമയത്ത് 2 തരത്തിൽ പഠിക്കാണ്ട്. ശത്രുവിന്റെ ആയുധത്തെ കുറിച്ച് പഠിക്കാണ്ട്. അതിന് ഒന്നേ പറയാൻ പറ്റുള്ളൂ, 2 പറയാൻ പറ്റില്ല. ഒന്ന്, വ്യക്തിപരമായി ഉണ്ടാക്കുന്ന ആയുധങ്ങളുണ്ട്. അതിന് 2ആയി തരംതിരിക്കാൻ പറ്റും. വ്യക്തിപരമായി ഉണ്ടാക്കുന്ന ആയുധം. ഇസായിന്റെ ആയുധങ്ങൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിരാശ, ഭയം, കോപം, വിദ്വേഷം, പക, ഭീതി, ശൂന്യത, ഏകാന്തത, ഇതെല്ലാം പിശാചിന്റെ ആയുധങ്ങളാണ്. ഇതൊക്കെ കൊണ്ടുവന്ന് വ്യക്തികളെ ബാധിക്കാറുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞ പ്രധാനപ്പെട്ട 2 ആയുധങ്ങളുണ്ട്. അത് ശ്രദ്ധയിലൊന്നും പറയാതിരിക്കാൻ വയ്യ. പിന്നെ എന്തെങ്കിലും ഞാൻ വിശദീകരിക്കും. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതിന്റെ 24-25 വാക്യം ഒന്ന് വായിക്കാമോ? പരിചയമുള്ള വാക്യം. Matthew chapter 6 verse 24-25. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. ദൈവത്തിൽ മാമോനെ കഴിയില്ല. അടുത്ത വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് തിന്നും മതി. പ്രശ്നം മനസ്സിലായി? ശത്രുവിന്റെ ആയുധം എന്താണ്? ശത്രു നമ്മെ തോൽപ്പിക്കുന്ന വിഷയം എന്താണെന്ന് മനസ്സിലായി? 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റില്ല. മാമോനെ ദൈവത്തെ കൂടെ ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല. മാമോൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാമ്പത്തികമാണ്. സമ്പത്തിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ടുവരിക. നമ്മൾ നാട്ടിൽ വിചാരപ്പെടാൻ തുടങ്ങും. നാളത്തെ കാര്യം എങ്ങനെ നടക്കും, ആ കാര്യം എങ്ങനെ സോൾവ് ചെയ്യും, ആ ബില്ല് എങ്ങനെ നടക്കും, ഇങ്ങനെ നടക്കും. ഇതെല്ലാം കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞു. ദൈവത്തെ മാമോനെ ഒരുമിച്ച് സേവിക്കാൻ അപ്പൊ പിശാച് വെച്ചു. മാമോന്റെ വിഷയം നിങ്ങൾ തലയിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വിചാരപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റു. വ്യക്തിപരമായ ഒരുത്തിനെ കീഴടക്കുന്ന എങ്ങനെയാ? വ്യക്തിപരമായ ഒരുത്തിനെ കീഴടക്കുന്ന എങ്ങനെയാ? ഈ ചിന്ത പറ്റില്ല. ആ കാര്യം നടത്തില്ലല്ലോ. ആ വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കും? അതൊക്കെ കടന്ന് ലക്ഷ്യമാകേ ഉള്ളൂ. ഇതെല്ലാം ഇങ്ങനെയായി മാറുള്ളൂ. ഇത് ചിന്ത കയറി ആലോചിച്ച് ചിന്ത വഴി ആലോചിക്കണം. ഇങ്ങനെ സംഭവിക്കും. ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ തോറ്റു. പിശാചിന്റെ ആയുധം വലിച്ചു. എന്താ ആയുധം വലിച്ചത്? നിങ്ങൾ വിചാരപ്പെടാൻ തുടങ്ങി. ഇങ്ങനെ 2 പേരും കൂടെ ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നു. ഈ ചിന്ത വിട്ടേ പറ്റൂ. ഈ ആയുധത്തിനെ തോപ്പിച്ച് ഈ ശത്രുവിന്റെ തന്ത്രത്തെ ജയിച്ചേ പറ്റൂ. 2-ാമത്തേതൊന്ന് പറയാം. മത്തായി സുവിശേഷം 14-23. Matthew chapter 16 verse 23. 16-23. അവന് തിരിഞ്ഞ പത്രോസിനോട്,
സാത്താൻ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. രണ്ടാമത്തെ പ്രശ്നം മനസ്സിലായി. എപ്പോഴാ പിശാചായത്? പത്രോസ് സാത്താനായത്. അതുവരെ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആണെന്ന വെളിപ്പാട് പറഞ്ഞപ്പോ മനുഷ്യർക്കൊന്നും കിട്ടാത്ത സ്വർഗീയ വെളിപ്പാട് കിട്ടിയ ഭക്തനായിരുന്നു പത്രോസ്. എന്നാൽ യേശു ക്രൂശിക്കപ്പെടുമെന്ന് മരിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പത്രോസിന് ചിന്തയിൽ മാറ്റം വന്നു. എന്താ പറഞ്ഞ അവിടെ പറഞ്ഞത്? നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടെ എത്ര മനുഷ്യരുടെ കാര്യം കരുതാൻ തുടങ്ങി. മനുഷ്യന്റെ കാര്യം ചിന്തിക്കാൻ തുടങ്ങിയപ്പോ നീ എന്തായി മാറി? പിശാചായിട്ട് മാറി. നമ്മൾ പിശാചായി മാറുന്നതിന് ട്രിക്ക് മനസ്സിലായി. നമ്മൾ ഈ ഉയരത്തിലുള്ള അന്വേഷിക്കേണ്ട ആൾക്കാരാണ്. ഇവിടുത്തെ കാര്യത്തെ കുറിച്ച് ഓർത്ത് ബാധപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്തായി മാറും? പിശാചി അകത്ത് കയറി നിർത്തം, പിശാചി ജയിച്ചു നിർത്തം, പിശാചി നമ്മളെ കീഴടക്കും. അതിന് ഇടം കൊടുക്കരുത്. എന്തിനാ മാറിവിടുന്നേ? എന്റെ ദൈവം സംഭവിക്കും. ഈ വന്ന വിഷയങ്ങൾ, ഈ വന്ന വേദനകൾ, ഈ വന്ന കഷ്ടങ്ങൾ, ഇതെല്ലാം കർത്താവിനെയാണ് സംഭവിക്കുന്നത്. കർത്താവിന്റെ ഇഷ്ടം നിലനിർത്തുന്നേ. അതുപോലെ നമ്മളെന്തിനാ പിശാചിന് ഇടം കൊടുക്കുന്നേ? മനുഷ്യർക്കുള്ളത് ചിന്തിക്കാൻ തുടങ്ങിയ, മനുഷ്യരുടെ കാര്യമാണോ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ അവരുടെ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ അങ്ങനെ വേണോ, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ, അന്ന് ചിന്തിക്കാൻ തുടങ്ങി കുത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളില്ല. നിന്ന നിപ്പില് നിങ്ങൾ വിചാരിച്ചിട്ട് മാറും. അതാണ് പത്രോസിനെ കിട്ടിയത്. ദൈവികമായ ചിന്തകൾ, ഉയർത്തിലുള്ള ചിന്തകളെ കുറിച്ച് ചിന്തിക്കുക. എങ്ങനെ ആയാലും എന്റെ കർത്താവ് എന്നെ മഹത്വത്തിലേക്ക് കൊള്ളു, പിന്നത്തതിൽ എന്നെ മഹത്വത്തിൽ കൈക്കൊള്ളും, മഹത്വത്തിലെ എന്നെ കൈക്കൊള്ളും എന്നുള്ള ഒരു വലിയ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. അതിനാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ഞാൻ അങ്ങനെ മുന്നോട്ട് പോകുന്നില്ല, മറ്റേ കാര്യങ്ങളിലേക്ക് എടുക്കാൻ പോവാ. നമുക്കിന്ന് കുടുംബങ്ങൾക്കാണ് വിടുതൽ ലഭിക്കേണ്ടത്. പരിശുദ്ധമായി നിർബന്ധിക്കുന്ന വിഷയമാണ് കുടുംബങ്ങൾക്ക് ഇന്ന് വിടുതൽ ലഭിക്കേണ്ടത്. കുടുംബത്തിന് നേരെയുള്ള പോരാട്ടങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. 54:2 വായിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. എത്ര പോരാടുമെന്ന് പറയും. ഈ ആയത്ത് ജയിച്ചാൽ ലഭിക്കാൻ പോകുന്ന നന്മകളെങ്ങനെ എണ്ണി പറയാൻ പോവുക. ആദ്യമായിട്ട് തന്നെ കിടക്കുക. ഐസയ്യാ ചാപ്റ്റർ 54:2 അവിടെ പറയാ, നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ നമ്മുടെ സൃഷ്ടിച്ചു പോയില്ലാണ്. നമ്മുടെ കുടുംബത്തിന് എക്സ്പാൻഷൻ ചെയ്ത് തരാൻ പോകുക. അവിടെ അടുത്ത വാക്യത്തിൽ പറയും, നിവാസികളുടെ തിരിച്ചുകളെ അവർ നിവർക്കട്ടെ. നമ്മളിങ്ങനെ ഇല്ലാണ്ടായി പോകുമല്ല, ദൈവം നമുക്ക് ഡെവലപ്മെന്റ് തന്നിരിക്കും. വിശ്വസിക്കാമോ? ഇതിനെതിരായിട്ടാണ് ശത്രു പോരാടുന്നത്. നിനക്കൊരു നന്മ ലഭിക്കരുതെന്ന് വിചാരിച്ച ശത്രു പോരാടുന്നത്. നിന്റെ കുടുംബത്തിന് ഒരു അനുഗ്രഹം ലഭിക്കരുതെന്ന് പറഞ്ഞ് ശത്രു പോരാടുന്നത്. അടുത്ത 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നീ ഇടത്തോട്ട് വലത്തോട്ട് പരക്കും, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കും. നിന്റെ സന്തതി, നമ്മുടെ സന്തതിക്ക് ദൈവം അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. നമ്മിൽ ഒന്നുന്ന അനുഗ്രഹമല്ല, നമ്മുടെ ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷന്, തലമുറകൾക്ക് ദൈവം നന്മ ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ തടയാനാണ് ആയുധം പണിതുകൊണ്ടിരിക്കുന്നത്. അടുത്ത വാക്യം 4-ാം വാക്യം: ഭയപ്പെടേണ്ട, നീ ലക്ഷിച്ചു പോകുകയില്ല. അടുത്തതിന്റെ ശത്രുവിന്റെ പരിപാടി, നീ നാണം കിടന്നു. എല്ലാവരും ആ വിശ്വാസത്തിൽ വന്നിട്ട് ഇപ്പൊ എന്തായാലും കണ്ടില്ലേ? അവരുടെ ദൈവം എവിടെ? ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് എന്താ ഗുണം? പ്രാർത്ഥിക്കൊന്നും ദൈവം കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ലക്ഷിക്കണമെന്ന് വിചാരിച്ചാണ് ശത്രു ആയുധം പണികൊണ്ടിരിക്കുന്നത്. എന്തായാലും റീസൺ വലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് 7-8 വാക്യങ്ങൾ. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളു. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എന്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളിയിരുന്നു. ഇനി ആ 9-8 വാക്യം തൊട്ട് വായിക്കുകയാണെങ്കിൽ 7 അനുഗ്രഹം ദൈവം പറയുന്നുണ്ട്. ദൈവം പറയാ, ഒരു അല്പകാലത്തേക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു. അല്പനേരത്തേക്ക് ഞാൻ ഒന്ന് മുഖം തിരിച്ചു, മറുപടി ഒന്നും തന്നില്ല. പക്ഷെ പറയാ, ഉപേക്ഷിച്ചു, പക്ഷെ ഞാൻ മഹാകരുണയോടെ നിന്നെ ചേർക്കാൻ പോവുക. മറുപടി കിട്ടിയില്ലാതെ വിഷമിക്കണ്ട, മഹാകരുണയോടെ നിന്നെ ചേർക്കാൻ പോവുക. ഒരു അല്പനേരത്തെ ഗ്യാപ്പ് വന്നിട്ടുള്ളൂ. ക്രോധാധിക്യം ക്ഷണനേരത്തേക്ക് നിന്റെ മുഖം ഒന്ന് മറച്ചു, എങ്കിലും നിത്യതയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കും. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം ഉത്തരം തരും. ഒരല്പം ഗ്യാപ്പ് വന്നുള്ളൂ. ഇത് ദൂരം ഏറ്റെടുക്കണം. ആമേ പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റു പറഞ്ഞ് കർത്താവ് എനിക്ക് കരുണ കാണിക്കും, അവന്റെ ദയ എന്നോട് ദീർഘമാക്കും, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ എനിക്ക് ജയം ലഭിക്കും, തന്നെ ചെയ്യും. താഴോട്ട് വായിക്കുമ്പോ 8 മുതൽ വായിക്കുമ്പോ കാണുന്നത് കോപിക്കുകയോ വലിച്ചിക്കുകയില്ല. ഇനി പ്രോമിസ് ചെയ്യുക, ഇനി ഇതേപോലെ സിറ്റുവേഷൻ വരില്ല.
ഇതുപോലെ ഗ്യാപ്പ് വരുന്ന വിഷയം ഇനി വരില്ല. കോവിക്ക് വലിച്ചിട്ടേയില്ല, ദയ വിട്ടുമാറുകയില്ല. അടുത്തത് സമാധാന നിയമം നീങ്ങിപ്പോവില്ല. ഗ്യാരണ്ടി ചെയ്യാൻ പോവാ. കുറച്ച് പ്രോമിസൊക്കെ ദൈവം തരാൻ പറയും. വാക്തത്വം വേണോ? ആർക്കെങ്കിലും വേണോ? ഈ വാക്തത്വം വേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേ പറഞ്ഞ് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. 1, കോപിക്കുകയോ വലിച്ചിക്കുകയോ ഇല്ല. 2, ദയ വിട്ടുമാറുകയില്ല. 3, സമാധാന നിയമം നീങ്ങിപ്പോകില്ല. സമാധാന നിയമം എന്ന് സമാധാന നിയമം വയ്ക്കാൻ പോവാ. നിന്റെ അസ്വസ്ഥമാകുന്ന വിഷയം ഉണ്ടാകുന്നുണ്ട്, സ്വസ്ഥത നഷ്ടപ്പെടുന്ന വിഷയമില്ലാതെ സമാധാനം കൊണ്ട് നിറയ്ക്കും. 4, നിനക്കൊരു ഗ്രേറ്റ് ഫൗണ്ടേഷൻ ദൈവം തരാൻ പോവുക, ഒരു നല്ല അടിസ്ഥാനം തരാൻ പോവുക. അടുത്തത് 5, ബ്ലെസ്സഡ് ചിൽഡ്രൻ വിത്ത് ഗ്രേറ്റ് പീസ്. നിന്റെ മക്കൾക്ക് സമാധാനം, അനുഗ്രഹിക്കപ്പെട്ട മക്കൾ, അവര് സമാധാനം അനുഭവിക്കാൻ പോവാ. മക്കൾക്ക് സ്വസ്ഥത അനുഭവിക്കുന്നില്ല, അവർക്ക് സമാധാനം ഇല്ല എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അസ്വത്രം അവർക്ക് സമാധാനം കൊടുക്കുവാൻ എന്റെ ദൈവം ഒരു നിയമം ചെയ്തിരിക്കുക. നമ്മുടെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. സമാധാനം തരുന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയും? അടുത്തത് 6, നീതിയിൽ സ്ഥിരമായി നിൽക്കും. 7, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണി, പീഡനം, കലശല്, ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇനി ഭയപ്പെടണ്ട. ഇതൊക്കെ നിങ്ങൾ കേട്ട കാലമുണ്ട്, അത് മുഴുവൻ നിങ്ങൾക്ക് ഇനി കേൾക്കേണ്ടായിരിക്കും. സ്തോത്രം. ഒരു ഉദാഹരണം പറഞ്ഞ് നിർത്തണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ആ ഒരു ഉദാഹരണം പറഞ്ഞ സമയം കുറച്ച് വേണം. 5 മിനിറ്റ് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്താനായിട്ട് താല്പര്യം. കുടുംബത്തിൽ നേരെ ഉണ്ടാകുന്ന ശത്രുവിന്റെ പോരാട്ടങ്ങൾക്ക് നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ യോബ്. നന്മയ്ക്കെതിരെയാണ് ശത്രു പോരാടുന്നത്. ഈ ആയുധം ഫലിച്ചില്ലെങ്കിൽ ശത്രു തോറ്റുപോയാൽ കിട്ടുന്നത് ഭയങ്കര വലിയ ബ്ലെസ്സിംഗാണ്. കൂടാതെ വിശാലമാണ്. യോബിന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. തൊഴുത്തൊക്കെ ഡബിളാക്കേണ്ടി വന്നു, എല്ലാം ഡബിളാക്കേണ്ടി വന്നു. ഒന്ന് മനസ്സിലായോ? ദൈവത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിച്ച് ഈ ആയുധങ്ങൾ നിഷ്ഫലമായി പോയാൽ നമ്മൾ എന്ത് ചെയ്യും? വിശാലത നമുക്ക് ലഭിക്കും. നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് വിശാലത ലഭിക്കും. പിന്നെ ആ പ്രശ്നം ഉണ്ടായോ? പിന്നെ പ്രശ്നമില്ല. സമാധാന നിയമമാണ് വരുന്നത്. പിന്നെ സമാധാനം യോബിന് പിന്നെ പ്രശ്നമൊന്നുമില്ല ജയിച്ചപ്പോ. അപ്പൊ ഒരു 5 കാര്യങ്ങളാണ് യോബിനെ തറക്കാൻ വേണ്ടിയിട്ട് വിശാലി ഉണ്ടാക്കിയ തന്ത്രങ്ങൾ. നമുക്കറിയുന്ന കാര്യമാണ്, ഞാൻ പെട്ടെന്ന് പറയാം. 5 കാര്യങ്ങൾ. 1, സമ്പത്തിന് നേരെയാണ്. വരുമാന മാർഗങ്ങൾ തകർത്തു. സമ്പത്തിന് നേരെ പോരാട്ടമുണ്ട്. ആയുധം ഉണ്ടാക്കുന്ന ഒന്നാമത്തെ ആയുധത്തിലായിരിക്കും നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ തകർക്കും. നിനക്കാത്ത ആണെങ്കിൽ എക്സ്ട്രാ ചെലവ്, എക്സ്പെൻസ് വരും. ശത്രു ഉണ്ടാക്കുന്ന പരിപാടിയാണ്. കാരണം ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് അത്യാവശ്യമായ സമ്പത്ത് ആവശ്യമാണ്. എന്നാൽ ആ മേഖലയെ തുടർന്ന് ആയുധം ഉണ്ടാക്കി സമ്പത്തിന്റെ മേഖലയെ തകർക്കും. അനാവശ്യ ചെലവുകൾ, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എക്സ്പെൻസ് വരികയാണ്. ഇങ്ങനത്തെ വിഷയങ്ങൾ വന്നിട്ട് നമ്മൾ വിഷമിക്കും. എനിക്ക് കാര്യം പറയാം. യാക്കോബ് ഉദാഹരണം പറയണേ, 2 സെക്കൻഡോട് പറയാം. യാക്കോബ് ഏറെ നാളത്തെ അധ്വാനത്തിന് ശേഷം ദൈവിക ദർശനം പ്രാപിച്ച് അവൻ കുറച്ച് സമ്പാദിച്ചു, കുറച്ച് ആടുകളെ കിട്ടി. അങ്ങനെ അവിടുന്ന് ലാബാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു. എന്താ പ്രശ്നം? പിന്നാലെ ആര് വരുന്നുണ്ട്? ലാബാൻ പിശാചിന് നെല്ലായിട്ടാണ് പറയുന്നത്. പിശാചിന് നെല്ലായിട്ടില്ല. ലാബാന്റെ തന്ത്രം എന്താ? നിന്റെ അധ്വാനിച്ചതൊന്നും കൊടുക്കാതിരിക്കുക. ലാബാൻ ചെയ്ത പരിപാടി. നിന്റെ അധ്വാനിച്ചിട്ട് അതിന്റെ യാതൊരു ഗുണമില്ലാതിരിക്കുക. മറ്റൊന്ന് സമ്പാദിച്ച് തിരിച്ചു തന്നു. ഇതാണ് തന്ത്രം. ഇതിൽ കർത്താവ് ഇടപെട്ടു. ഈ തന്ത്രം പരിഹരിക്കാൻ രാത്രിയിൽ ലാബാനോട് ദൈവം ഇടപെട്ടിട്ട് പറഞ്ഞു, നീ യാക്കോബിന് ഗുണമാകട്ടെ ദോഷമാകട്ടെ ചെയ്തു പോലും തടുത്തോ. ആ ആയുധം വലിച്ചിരുന്നെങ്കിൽ ആ കൊണ്ടുവന്നത് മുഴുവൻ തിരിച്ച് ലാഭം കൊണ്ടുപോകും. എന്റെ സമ്പാദ്യം മുഴുവൻ 4 കൂട്ടമൊക്കെ ആയിട്ട് മാറ്റിയിരുന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ തിരിച്ച് ലാഭം കൊണ്ടുപോയത്. അതിനെ ദൈവം തടഞ്ഞു നിർത്തി. ഓർത്ത് ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. രണ്ടാമത്തത് യോബിന്റെ നിർത്തി വന്ന പ്രശ്നം എന്ന് വെച്ചാൽ തലമുറകളെ തകർക്കുന്നത് അത്ര. നമുക്കറിയാം, മക്കളെ ഒക്കെ പ്രശ്നം ഉണ്ടാക്കി. നോട്ടം വയ്ക്കുന്ന ശത്രുവിന്റെ ആയുധ മക്കളെ. അതെങ്ങനെയെങ്കിൽ വേണ്ടി പറഞ്ഞ ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാം. ദീന ആരാ? യാക്കോവിന്റെ മോള്. 13 മക്കളിലെ ഒരേ ഒരു മോള് ദീനാമോക്ക് ഒരു ദിവസത്തെ ആഗ്രഹം ടൂറിന് പോകണം. എങ്ങനെ ടൂറിന് പോകണം? ഒറ്റയ്ക്ക് പട്ടണം കാണാനൊക്കെ ഒന്ന് പോകണമെന്നൊരു ആഗ്രഹം. നമ്മുടെ പിള്ളേരുടെ ഏറ്റവും വലിയ വിഷമമാണ്. എല്ലാവർക്കും ഒന്ന് പോകണം, എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകണം. ടൂറ് കാണാൻ പോകണം, അവിടെ കാണാൻ പോകണം, ഇവിടെ കാണാൻ പോകണം. ഇതിന് മുതലെടുത്തിട്ട് അവിടെ ആയുധം നിൽക്കുകയാണ്. അവളുടെ ജീവിതം തകർത്തതാണ് പിശാച് അവിടെ നിൽക്കുന്നത്. ചുറ്റുപാടുകളെ കാണിച്ച് ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടുപോകാനാണ് തലമുറ നിൽക്കുന്നത്. ആത്മീയമായ സന്തോഷം അവർക്ക് ഒട്ടും താല്പര്യമില്ലാണ്ട് വരിക.
പാട്ടും രസമില്ല, പ്രസംഗവും രസമില്ല, സഭയിൽ ഒരു സുഖമില്ല, ഒരു സന്തോഷമില്ല എന്ന് പറഞ്ഞ് ഇവരെ ഇറക്കി കൊണ്ടുപോകുക. അതിൽ രസവും ഭംഗിയൊക്കെ ഇങ്ങനെ വറുത്ത് കാണിച്ച് വലിച്ചു വെച്ചുകൊണ്ട് അവിടെ നിന്ന് ഒരു ജയിച്ചു വെച്ചു. മൂന്നാമത്തെ ഞാൻ പറയാം, ശരീരത്തെ തകർക്കുന്ന തന്ത്രമാണ് യോബിന് നേരെ പ്രയോഗിച്ചത്. ശരീരത്തെ തകർക്കുന്നത് ആരോഗ്യത്തോട് ജയിച്ചേ പറ്റുള്ളൂ. ഇസ്ഹാക്കിന്റെ കാഴ്ച പോയി. എന്താ സംഭവിക്കുന്ന പ്രശ്നം? അനുഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഒന്ന് ടെസ്റ്റിലെടുക്കാൻ വേണ്ടി അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ആരോഗ്യവാദി യോബിനെ സംബന്ധിച്ച് നമുക്കറിയാം, ശരീരം വികൃതമായി, കണ്ടാൽ അടയ്ക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി. അത്ര അസഹനീയമായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇടവന്നു. ഇവിടെയാണ് നമുക്ക് ഇതെല്ലാം ലഭിക്കുന്നത്. നാലാമത്തത് കുടുംബബന്ധം ശീലമാക്കുന്ന തന്ത്രമാണ്. കുടുംബബന്ധം എന്നാ യോജിപ്പിക്കുക യോബും ഭാര്യ. ഒരു യോബിന്റെ ഭാര്യ പറയുന്നത് തള്ളി പറയുക, ഈ ദൈവത്തെ തള്ളി പറഞ്ഞൂടെ, പോയി ചത്തൂടെ ചോദിക്കും. ചത്തുകളാന്നൊക്കെ പറയുന്നത് ഡയലോഗ് മാറി, ഭാഷ മാറി കഴിയും. കുടുംബത്തിന്റെ അകത്ത് എപ്പോഴും ധൈര്യം എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യമാരെ ഭർത്താക്കന്മാരെ ഗൈഡ് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ ഒക്കെ നിർദ്ദേശം കൊടുക്കാൻ പറ്റും. ഉദാഹരണം വേണമെങ്കിൽ പറയാം. നമ്മുടെ ഉദാഹരണം അല്ല, ബൈബിളിന്റെ ഉദാഹരണം പറയാം. അതൊന്നല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലതും വരും. അബ്രാമിനോടൊരു ഉപദേശം കൊടുക്കുക. മുഖമുണ്ടായില്ലാന്നുള്ളൂ. സുന്ദരി വീട്ടിൽ വന്ന് കിടക്കുന്നു, മിശ്രൈന ദാസ് ഹാഗാർ. അവള് പ്രസവിച്ചാലും നമ്മുടെ ഉച്ച ഈ പറഞ്ഞോളെ പിന്നെ പോയി പോക്ക് കണ്ട. അപ്പൊ കുറ്റപ്പെടുത്തി ബുദ്ധി പറഞ്ഞവരെന്നെ രീതിയൊക്കെ മാറില്ല. പിശാചി നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം, സൗകര്യമായി ശ്രദ്ധിക്കണം. കുടുംബത്തിന് ഡയറക്ഷൻ കൊടുക്കുമ്പോ ശത്രുവിന്റെ ഒരു ആലോചനയും വരാതിരിക്കാൻ ദൈവകൃപയെ തന്നെ നിന്നിട്ടേ സംസാരിക്കാവൂ. പ്രാർത്ഥിക്കാതെ ഒരു നിർദ്ദേശവും ഭർത്താക്കന്മാർക്ക് കൊടുക്കരുത്. അപകടത്തിൽ നിന്നുപെടും. അവിടെയാണ് തകർക്കാൻ കഴിഞ്ഞത്. അഞ്ചാമത്തെ കാര്യം പറയാം തകർക്കാൻ ശ്രമിച്ചത്. യോബിന്റെ വിശ്വാസത്തെയാണ് തകർക്കാൻ ശ്രമിച്ചത്. സമയം തോന്നുന്നു. സൈനികന്മാരുടെ ഉപദേശമൊക്കെ പറഞ്ഞു, അവരുടെ തത്വശാസ്ത്രങ്ങൾ കൊണ്ടുവന്നു, ഭാര്യ കുറെ ഉപദേശങ്ങൾ കൊടുത്തു. പക്ഷെ ഒരു കാര്യം, ഈ തന്ത്രങ്ങളിൽ പലതും വലിച്ചെങ്കിലും അഞ്ചാമത് ഉപയോഗിച്ച ഏറ്റവും ശക്തമായ ആയുധം, വിശ്വാസത്തെ തകർക്കാൻ ഉപയോഗിച്ച ആയുധം ഫലിച്ചില്ല. യോബിന്റെ അടുത്ത് ഫലിച്ചില്ല. വിശ്വാസത്തെ തകർക്കാൻ പറ്റിയില്ലെങ്കിൽ ഗ്യാരണ്ടി പറയാം, നിനക്ക് നഷ്ടപ്പെട്ടതല്ല തിരിച്ചു. കഴിഞ്ഞ നാളിൽ എന്തൊക്കെ പോരായ്മ വന്നിട്ടുണ്ടോ അതെല്ലാം തിരിച്ചു. റോമാലേഖനം 8:37 വായിക്കുന്നു. ഈ ആര്യങ്ങൾ ഫലിക്കില്ല എന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്തിരിക്കുന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് 1 റോമർ 8:37 നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണതയും എങ്ങനെ ഈ ആയുധമൊക്കെ ഉണ്ടാക്കി ജയം പ്രാപിക്കുന്നത്? നമ്മെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്. നമ്മളിപ്പോഴും സ്നേഹിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവം ഉള്ളിടത്തോളം കാലം നമ്മൾ ജയം പ്രാപിക്കും. നമ്മൾ തോറ്റുപോകില്ല. ഈ ആയുധങ്ങളൊന്നും ഫലിക്കില്ല. 1 കൊരിന്ത്യർ 15:57 നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം അവൻ ഫൈറ്റ് ചെയ്തു. നമ്മൾ ഫൈറ്റ് ചെയ്യണ്ട. കർത്താവ് നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് നമുക്കൊരു ജയം തരും. എബ്രാഹിം 13:6 ആകെ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. കർത്താവ് തുറന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് ആയുധം ഫലിക്കില്ല. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, പത്രോസിനെ മാറ്റാൻ ദൈവം അനുവദിച്ചില്ല. കർത്താവ് അനുവദിക്കില്ല. ഈ ആയുധങ്ങൾ കൊണ്ടുവന്ന് വീശുപറം കൊണ്ടുവന്നു. പത്രോസിനെ തോപ്പിക്കാൻ വേണ്ടി ആയുധം കൊണ്ടുവന്നത് ഒരു ഫാനും കൊണ്ടുവന്നു. പക്ഷെ എന്താ സംഭവിക്കുന്നത്? കർത്താവ് പറഞ്ഞു വീശാൻ പറ്റില്ല പറഞ്ഞു. കർത്താവ് അനുവദിക്കാതെ നടക്കില്ല. അങ്ങനെയാണ് വിജയിപ്പിച്ചത്. അഞ്ചാമത്തെ കാര്യം പറയാം, കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. അതുകൊണ്ട് ധൈര്യത്തോടെ പറയാം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും വിശ്വാസത്തോടെ പറയാം. ഒരായുധവും ഫലിക്കില്ല. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു നാവും ശബ്ദിക്കയില്ല. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു നാവും ശബ്ദിക്കാതെ വേണ്ട. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരായുധം വലിക്കാതെ വേണ്ട. ജയം തരുന്ന പൂർണ്ണതയും ഇതിലൊക്കെ പൂർണ്ണതയും തരുന്ന ദൈവത്തിന് ആശ്രയം വെച്ച് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കുവാനാണ്.